ഹലോ എവരിവൺ. ഇന്നലെ രാത്രി എഞ്ചിനീയറിംഗിന്റെ കേരള എഞ്ചിനീയറിംഗിന്റെ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്കറിയാം ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് കിട്ടിയ ആൾക്കാർക്ക് ജസ്റ്റ് ഫീ പേ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഓൺലൈനായിട്ട് ഫീ പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അലോട്ട്മെന്റ് കൺഫേം ആയി. എന്നാൽ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഫേസിൽ കിട്ടിയ അതേ കോളേജാണ് കിട്ടിയതെങ്കിലും ഇനി അതല്ല ചേഞ്ച് വന്നു കഴിഞ്ഞാലും ഫസ്റ്റ് ഫേസിൽ അലോട്ട്മെന്റ് കിട്ടാതെ സെക്കൻഡ് ഫേസിൽ പുതിയതായിട്ട് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാലും സെക്കൻഡ് ഫേസിൽ നിങ്ങൾക്ക് ഒരു അലോട്ട്മെന്റ് കിട്ടിയോ, നിങ്ങൾ ഇനി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ, അതായത് തേർഡ് ഫേസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഒക്കെ കണ്ടിന്യൂ, അതായത് അലോട്ട്മെന്റ് പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് കിട്ടിയ കോളേജ് ഏതാണോ അവിടെ ഫിസിക്കലി പോയി നമ്മളെ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് നമ്മൾ ജോയിൻ ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ അതിനുള്ള ഒരു ടൈം ഡ്യൂറേഷനും കൂടെ തന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി എന്ന് പറയുമ്പോൾ ഇന്നലെ രാത്രി 10:45 ഈ വെബ് നോട്ടിഫിക്കേഷൻ സൈൻ ചെയ്തിട്ടുള്ളത്. സൈൻ ചെയ്ത ടൈം കിടക്കുന്നത് 20-ാം തീയതി 22:47 എന്ന് പറയുമ്പോൾ 10:45 സമയം എന്ന് വെച്ചാൽ വളരെ ലേറ്റ് ആയിട്ടാണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. സോ എഫക്റ്റീവ്ലി സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നു. നമ്മളവിടെ ഫസ്റ്റ് ഫേസിൽ കിട്ടിയ കോളേജിനേക്കാളും ഇനിയിപ്പോൾ സെൽഫ് ഫിനാൻസിങ്ങിൽ നിന്ന് ഗവൺമെന്റിലേക്ക് മാറുകയോ അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് സെൽഫ് ഫിനാൻസിങ്ങിലേക്ക് മാറുകയോ ഫീസിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഫീ ഓൺലൈനായിട്ട് പേ ചെയ്യാനുള്ള ടൈം തന്നിട്ടുണ്ട്. ഫിസിക്കലി നമ്മൾ പോയി ജോയിൻ ചെയ്യാനുള്ള എൻഡ് ടൈം തന്നിട്ടുള്ളത് 21 മുതൽ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 27th വരെയാണ്. 27ന് 2 മണിക്ക് ഫീ അടക്കണം, 3 മണിക്കകത്ത് നമ്മൾ ജോയിൻ ചെയ്യണം. ഇനി ആർക്കിടെക്ചർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കോഴ്സുകളാണ് എങ്കിൽ, ആർക്കിടെക്ചറിന്റെ അലോട്ട്മെന്റ് ആണെങ്കിൽ അതിന്റെ ജോയിനിങ് ഡേറ്റ് 24-നകം നിങ്ങൾ ജോയിനിങ് ഫിനിഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്കിടെക്ചറിന്റെ ജോയിൻ ചെയ്യേണ്ടത് 3 PM 24-നകം ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അലോട്ട്മെന്റ് മെമ്മോ ആൻഡ് ഡാറ്റ ഷീറ്റ് എന്ന് പറയുന്ന രണ്ട് ഡോക്യുമെന്റ്സ് അവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഏതായാലും ഒരു സ്റ്റുഡന്റിന്റെ ജസ്റ്റ് ഒരു ടെംപ്ലേറ്റ് കാണിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിന്റെ കൂടെ താഴെ ഡോക്യുമെന്റ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ ടൈം ഓഫ് ജോയിനിങ് അറ്റ് ദ കോളേജ്. ഓക്കെ, അവിടെ നമുക്ക് വേണ്ടത് ഈ പറയുന്ന ഡാറ്റ ഷീറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. അതുപോലെ തന്നെ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യണം. സർട്ടിഫിക്കറ്റ് പ്രൂവ് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ SSLC ബുക്കോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് മീൻസ് TC, നിങ്ങൾ 12th പഠിച്ച സ്കൂളിൽ നിന്നുള്ള TC നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം. അതുപോലെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ഓഫ് ഹയർ സെക്കൻഡറി ഓർ ഇക്വലന്റ് മാർക്ക് ലിസ്റ്റ് വേണം. നീറ്റ് UG നാറ്റ സ്കോർ ആർക്കിടെക്ചർ സ്റ്റുഡൻസിനാണ്. നീറ്റ് UGന്റെ സ്കോർ കാർഡ് മറ്റ് കോഴ്സുകൾ, അഗ്രികൾച്ചർ പോലത്തെ കോഴ്സുകൾക്ക് ഉള്ളവർക്കാണെങ്കിൽ അത് ആപ്ലിക്കബിൾ ആണെങ്കിൽ, ഇത് MBBSനും കൂടെ ഒന്നിച്ചുള്ളതാണെന്ന് തോന്നുന്നു. സോ അങ്ങനെ MBBSന്റെ അലോട്ട്മെന്റ് വരുന്ന സമയത്താണ്, മെഡിക്കൽ അലോട്ട്മെന്റ് വരുന്ന സമയത്താണ് നീറ്റ് UG ആവശ്യം വരുന്നത്. ഫാർമസിക്കും നമുക്ക് പറയാം കീമിന്റെ അണ്ടറിൽ തന്നെയാണ്, അതുകൊണ്ട് അത് വേണ്ടിവരില്ല. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, റെസിപ്റ്റ് ഓഫ് ഫീ റെമിറ്റ്, നമ്മൾ ഫീ അടച്ചതിന്റെ റെസിപ്റ്റ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ പ്രിന്റ് എടുത്ത് കൊണ്ടുപോകുക തന്നെ വേണം. ഹെഡ് പോസ്റ്റ് ഓഫീസ്, നമ്മൾ എവിടെയാണോ അടച്ചത്, ഓൺലൈനായിട്ട് അടച്ചാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അടച്ചാണെങ്കിൽ അങ്ങനെ. എലിജിബിലിറ്റി ഫോർ സർട്ടിഫിക്കറ്റ്, നമ്മൾ കേരളത്തിൽ തന്നെ ഉള്ളവരാണെങ്കിൽ കണ്ടക്ടഡ് ബൈ CBSE എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, നമ്മളെ 12th ഈ കാണുന്ന സ്റ്റേറ്റ് സിലബസിന് ഇക്വലന്റ് ആണ് എന്ന് കാണിക്കുന്ന ഫിസിക്കൽ ഫിറ്റ്നസ് റെലവെന്റ് ആയിട്ടുള്ള വല്ല കോഴ്സുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച്. ഒറിജിനൽ ഓഫ് ഓൾ ദ ഡോക്യുമെന്റ്സ് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡഡ് ഡ്യൂറിംഗ് ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾ അതിൽ ഒരു പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒറിജിനൽ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡിന്റെ SLC ബുക്ക്, അതുപോലെ തന്നെ 12th മാർക്ക് ഷീറ്റ് ഒക്കെ ഒറിജിനൽസ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ഒറിജിനൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഭാവിയിൽ മറ്റെവിടെയെങ്കിലും ഇതിൻ്റെ ഒരു ആവശ്യം വരികയാണ് എങ്കിൽ കോപ്പി സബ്മിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ കോപ്പി പലപ്പോഴും അറ്റസ്റ്റഡ് കോപ്പി വേണ്ടി വരും. അങ്ങനെ അറ്റസ്റ്റഡ് കോപ്പി എടുക്കണമെന്നുണ്ടെങ്കിൽ ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് നമ്മൾ ഒറിജിനൽ കാണിക്കേണ്ടി വരും. അഥവാ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒറിജിനൽസ് കോളേജിൽ സബ്മിറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ ഒരു 5-10 കോപ്പി എടുത്ത് ഒരു ഗസറ്റഡ് ഓഫീസറുടെ കയ്യിൽ നിന്ന് ഈ ഒറിജിനൽസ് അതിന്റെ പ്രൂഫായി കാണിച്ചുകൊണ്ട് അറ്റസ്റ്റ് ചെയ്ത കോപ്പികൾ നിങ്ങളെ കയ്യിലെടുത്ത് വെക്കുക. അതുപോലെ തന്നെ അലോട്ട്മെന്റ് മെമ്മോ സൈറ്റിൽ നിന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അലോട്ട്മെന്റ് മെമ്മോ നമുക്ക് പിന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് അഡീഷണൽ കോപ്പി, അതേപോലെ തന്നെ ഡാറ്റ ഷീറ്റിന്റെ അഡീഷണൽ കോപ്പികൾ നിങ്ങൾ തയ്യാറാക്കി വെക്കുക ഇൻ കേസ് ആവശ്യം വന്നു കഴിഞ്ഞാൽ. മറ്റൊന്ന്, ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ അതേ കോളേജ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയത് സെക്കൻഡ് അലോട്ട്മെന്റിലും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ട അലോട്ട്മെന്റ് മെമ്മോ എന്ന് പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ സമയത്തുള്ളതല്ല, സെക്കൻഡ് അലോട്ട്മെന്റിന്റെ അലോട്ട്മെന്റ് മെമ്മോ ആണ്. സോ അങ്ങനത്തെ കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള അലോട്ട്മെന്റ് മെമ്മോ ആണ് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, ഇനി അലോട്ട്മെന്റ് മെമ്മോ ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ കംപ്ലീറ്റ് ആയി അല്ലെങ്കിൽ അഡ്മിഷൻ ഗ്യാരണ്ടീഡ് അല്ല എന്ന് പറയുന്നുണ്ട്. കാരണം നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും പ്രോപ്പർ ആയിട്ട് തന്നെ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ അഡ്മിഷൻ കംപ്ലീറ്റ് ആകുന്നുള്ളൂ. ഓൾറൈറ്റ്, സോ ഈ വക കാര്യങ്ങളൊക്കെയാണ് അലോട്ട്മെന്റ് മെമ്മോയിൽ
ഉള്ളത്. അതുപോലെ തന്നെ ഡാറ്റ ഷീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ +2 മാർക്കും അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വരുന്ന +2 മാർക്സ്, അതിന്റെ പെർസെന്റേജ്, എൻട്രൻസിന്റെ സ്കോർ എല്ലാം വരുന്ന ഒരു ഡാറ്റ ഷീറ്റ് ഇത് നിങ്ങൾ കൊണ്ടുപോകണം. അതുകൂടാതെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞുള്ളത്, ജോയിൻ ചെയ്യാൻ ഒരു ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് CEയുടെ വെബ്സൈറ്റിൽ നിന്ന് നോട്ടിഫിക്കേഷൻ സൈറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. KEAM 2024 ജോയിനിങ് ഷെഡ്യൂൾ ഫോർ എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചർ ഫാർമസി. ഓക്കെ, അവിടെ പറഞ്ഞിരിക്കുന്നത് ആർക്കിടെക്ചർ ഓരോ കോഴ്സുകളും ഏത് സമയം മുതൽ ഏത് സമയം വരെ ജോയിൻ ചെയ്യണം, ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് ആൻഡ് ടൈം, എൻഡിങ് ടൈം ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആർക്കിടെക്ചറിന് 21 മുതൽ 21 മുതൽ 24 വരെ 3 മണി വരെ സമയമുണ്ട്. അതേപോലെ തന്നെ BPharm കോഴ്സിനാണെങ്കിൽ 21 മുതൽ 27 വരെ 3 മണി വരെ സമയമുണ്ട്. ഇനി എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടിയ ആളുകൾ 21-ാം തീയതി 1 മണി മുതൽ 4 മണി വരെ എന്ന് പറയുന്നത്, ഇത് എന്തിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അതാത് കോളേജുകളായിരുന്നു ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും സ്റ്റുഡൻസ് ഏത് ദിവസം വന്ന് ജോയിൻ ചെയ്യണം എന്നുള്ള ഒരു ഇന്റിമേഷൻ കൊടുത്തിരുന്നത് അതാത് കോളേജുകളായിരുന്നു. ഇവിടെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ, അവിടെ ഒരു 500 സീറ്റ് ഉണ്ട്. ആ 500 സീറ്റിലേക്കും സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയ എല്ലാ സ്റ്റുഡൻസും കൂടെ ഒരൊറ്റ ദിവസം അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അത് അവിടുത്തെ ഓഫീസ് സ്റ്റാഫിന് മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. മാത്രമല്ല ദൂരെ നിന്ന് വരുന്ന സ്റ്റുഡൻസ് ആയതുകൊണ്ട് അവർ ആ വരുന്ന ദിവസം തന്നെ ഈ പ്രൊസീജിയർ ഫിനിഷ് ചെയ്യാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പല പല ദിവസങ്ങളിലേക്ക് മുറിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡേറ്റിന് വലിയൊരു സിഗ്നിഫിക്കൻസ് ഇല്ല, എന്നാലും ഈ പറയുന്ന തിരക്ക് ഒഴിവാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ഡേറ്റുകളിൽ തന്നെ പരമാവധി നിങ്ങൾ അതാത് കോളേജുകളിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള എഞ്ചിനീയറിംഗിന്റെ ഇപ്പോൾ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് 20-ാം തീയതി രാത്രിയാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. 21-ാം തീയതി നമ്മൾ സെക്കൻഡ് ഫേസിൽ ഏത് കോളേജിൽ കിട്ടും, ഏത് സ്ഥലത്ത്, ഇപ്പോൾ ഒരു കാസർഗോഡുള്ള സ്റ്റുഡന്റിന് തിരുവനന്തപുരത്താണ് സെന്റർ അല്ലെങ്കിൽ കോളേജ് കിട്ടുന്നെങ്കിൽ അങ്ങോട്ട് എത്തിപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു പ്രയാസമാണ്. തൊട്ടടുത്ത ദിവസം രാത്രി വന്ന അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് വെച്ച് രാവിലെ തന്നെ തിരുവനന്തപുരത്ത് എത്താൻ പറ്റുന്നതല്ല, ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മറ്റ് ദിവസങ്ങളിൽ പോയി അഡ്മിഷൻ എടുക്കുന്നതിന് പ്രയാസമൊന്നും ഉണ്ടാവില്ല. ബട്ട് പരമാവധി അതാത് ദിവസങ്ങളിൽ തന്നെ എങ്ങനെയാണോ നിങ്ങളുടെ കിട്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ അതാത് ദിവസങ്ങളിൽ തന്നെ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ ശ്രദ്ധിക്കുക. അതാണ് ഒരു കണക്കിന് നല്ലത്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ആ ദിവസം പോകാൻ പറ്റിയില്ല അല്ലെങ്കിൽ എത്തിപ്പെടാൻ പറ്റിയില്ല, മറ്റൊരു ദിവസം ചെന്ന് അഡ്മിഷൻ എടുക്കുന്നതിന് പ്രയാസമൊന്നും ഉണ്ടാവില്ല. നമ്മളെ അസൗകര്യങ്ങൾ കോളേജിലെ, നമുക്ക് സ്വാഭാവികമായിട്ടും അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ കോളേജിലെ കോൺടാക്ട് നമ്പറുകൾ ഉണ്ടാവും, ആ നമ്പറുകളിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങൾ, നമുക്ക് ഇന്നാണ് അലോട്ട്മെന്റ് കിട്ടിയത്, നമ്മൾ ഇത്രയും ദൂരത്തു നിന്നാണ് വരുന്നത്, അതുകൊണ്ട് ഇന്ന് എത്തിപ്പെടാൻ പറ്റില്ല എന്ന തരത്തിൽ എന്തെങ്കിലും നമുക്ക് കാരണങ്ങൾ ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ആ കാരണങ്ങൾ നമ്മളൊക്കെ അവരെ വിളിച്ച് അറിയിക്കാവുന്നതും ആണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അതുകൂടാതെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഫീസ് കൊടുക്കാനുണ്ടാകും, ഫീസ് പേ ചെയ്യാനുണ്ടാവും, നമ്മുടെ ഡോക്യുമെന്റ്സ് അവിടെ സബ്മിറ്റ് ചെയ്യാനുണ്ടാവും. അതിന്റെ കോപ്പികൾ നിങ്ങൾ പ്രത്യേകം എടുത്തു വെക്കുക. അതുപോലെ തന്നെ ഫീസ് പേ ചെയ്യാനുണ്ടെങ്കിൽ അത് തയ്യാറായിട്ട് പോവുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, പലപ്പോഴും പല കോളേജുകളിലും നമ്മുടെ ഡാറ്റ, കോളേജിൽ ചെന്ന് നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഒരുപാട് ഡാറ്റ, നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുണ്ടാവും. അത് ഓൾറെഡി നമുക്ക് എൻ്റർ ചെയ്തതിന് ശേഷം പോയി കഴിഞ്ഞാൽ ആ പ്രൊസീജിയർ കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അത് അതാത് കോളേജുകളുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടുത്തെ അഡ്മിഷനുമായി ബന്ധപ്പെടുത്തി അതാത് കോളേജുകളുടെ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കിട്ടിയ കോളേജ് ഏതാണോ അവിടെയുള്ള നോട്ടിഫിക്കേഷൻ, അതിന്റെ വെബ്സൈറ്റിൽ ചെന്ന് നോട്ടിഫിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ബിടെക് ഫസ്റ്റ് ഇയർ അഡ്മിഷനുമായി ബന്ധപ്പെടുത്തി നോട്ടിഫിക്കേഷൻസിൽ ചിലപ്പോൾ ഉണ്ടാകും. നിങ്ങൾ ഈ വെബ്സൈറ്റിൽ കയറിയിട്ട്, അതായത് ആ കോളേജിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ന്യൂ അഡ്മിഷനുമായി ബന്ധപ്പെടുന്ന നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഒരു വെബ്സൈറ്റ് നമുക്ക് അവിടെ അവൈലബിൾ ആകും. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇത് എൻ്റർ ചെയ്യേണ്ട, അവിടെ ചെന്ന് എൻ്റർ ചെയ്യേണ്ട. ഇനി അതല്ലാതെ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ചെന്നതിന് ശേഷം നമ്മൾ ആ ഡാറ്റ കൂടെ എൻ്റർ ചെയ്യാനുള്ള ഒരു സമയം അവിടെ എടുക്കും എന്ന് മാത്രം. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഷെഡ്യൂൾ എന്താണ്, ഏത് ദിവസമാണ് പോകേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഡിപ്പാർട്ട്മെന്റ് ഏതാണോ ആ ദിവസം തന്നെ പരമാവധി ആ കോളേജിൽ എത്താൻ ശ്രമിക്കുക. ഇനി ഇൻ കേസ് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം അതിന് പറ്റിയില്ല, എസ്പെഷ്യലി ഈ അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് വളരെ വൈകി വന്ന കാരണം കൊണ്ട് അങ്ങനെ പറ്റിയില്ലെങ്കിൽ തൊട്ടടുത്തൊരു ദിവസം ചെല്ലുന്നതിനും പ്രയാസം ഉണ്ടാവില്ല. പക്ഷേ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ തന്നെ നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.